ഇനി കർണാടക ഭരിക്കാൻ പോകുന്നത് ഡി കെ ശിവകുമാറാണ്. ഡി കെ ശിവകുമാറിൻ്റെ ശക്തിയിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വം വഴങ്ങേണ്ടി വന്നു, സിദ്ധരാമയ്യയ്ക്ക് വഴങ്ങേണ്ടി വന്നു. ഡി കെ നിസ്സാര കക്ഷിയല്ല, വലിയ ബിസിനസ്മാൻ കൂടിയാണ്. എന്തായിരിക്കും കാരണം ഡി കെയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്? അല്ല പ്രിയൻ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2023 കർണാടക നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ അന്ന് തീരുമാനിച്ചത് എന്താണെന്നറിയാമോ? ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. യഥാർത്ഥത്തിൽ അന്നേ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി ആക്കേണ്ടതായിരുന്നു, അതാക്കിയില്ല. അപ്പോൾ സിദ്ധരാമയ്യനെ ആക്കി. ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ റീജിയണൽ നേതാക്കന്മാരോട് ഭയങ്കര ഭയമാണ്. കാരണം ഇവർ പാര വയ്ക്കുകയോ കോല് വയ്ക്കുകയോ ഇത് ഉപദ്രവമായിട്ട് വരുമെന്ന്. അങ്ങനെയാണല്ലോ കോൺഗ്രസിൻ്റെ പ്രവർത്തന രീതി. അപ്പോൾ അത് കാരണം ശിവകുമാറിനെ ക്ലിപ്പിടാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു? സിദ്ധരാമയ്യനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി, മുഖ്യമന്ത്രിയാക്കി. അപ്പോൾ ഒരു കണ്ടീഷനായിരുന്നു, 2.5 വർഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാവും, ബാക്കിയുള്ള 2.5 വർഷം ശിവകുമാർ മുഖ്യമന്ത്രിയാവും. അങ്ങനെയാണ് പറഞ്ഞത്. ഈ 2.5 വർഷം കഴിഞ്ഞിട്ടൊന്നും സിദ്ധരാമയ്യ കസേരയിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുന്ന പ്രശ്നം ഉണ്ടായില്ല. ഹൈക്കമാൻഡ് അയാളുടെ പുറകെ നിന്നു. അതേസമയം എല്ലാവിധ ഡേർട്ടി ജോബ്സിനും, അതായത് ഇപ്പോൾ ഒരിക്കൽ ഈ ശിവകുമാറിനെ ആശ്രയിക്കേണ്ടി വന്നവർക്ക് ഗുജറാത്തിലെ MLA-മാരെ, കോൺഗ്രസ് MLA-മാരെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. കാരണം അഹമ്മദ് പട്ടേലിനെ ആരോ രാജ്യസഭ ഇലക്ഷൻ നടന്നപ്പോൾ രാജ്യസഭ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയ കോൺഗ്രസ് കാൻഡിഡേറ്റ് തോൽക്കും എന്നുള്ള സ്ഥിതി വന്നു. കാരണം കോൺഗ്രസിനകത്തുള്ള പലരും കൂറുമാറി BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ഈ കോൺഗ്രസ് MLA-മാരെ മുഴുവൻ ഏൽപ്പിച്ചു കൊടുത്തത് ശിവകുമാറിനെയാണ്. ശിവകുമാർ അവരെ തന്ത്രപൂർവ്വം ഒരു ബസ്സിനകത്താക്കി പലയിടത്തേക്കും മാറ്റിക്കൊണ്ടിരുന്നു. മഹാരാഷ്ട്രയിലേക്കും ഒക്കെ മാറ്റി. അങ്ങനെ വോട്ടിൻ്റെ അന്ന് രാവിലെയാണ് അവർ നിയമസഭയിലെത്തിച്ച. അങ്ങനെ വലിയ ഫേമസ് ആയ ആളാണ്, നല്ലൊരു സംഘാടകനാണ് ശിവകുമാർ. സാമാന്യം നന്നായിട്ട് മദ്യപിക്കുമെങ്കിലും എന്നൊരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല. ഞാൻ കണ്ട കാര്യമാണ് പറയണത്. അദ്ദേഹത്തിൻ്റെ മദ്യപിച്ച് കഴിഞ്ഞാൽ ആടി ആടി നടന്നു വരുന്ന വീഡിയോ പല റീൽസിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല നേതാവാണ്, കുഴപ്പമില്ല. ഈ മദ്യപിക്കുക എന്ന് പറഞ്ഞൊരു വലിയ കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരൊക്കെ രഹസ്യമായിട്ട് മദ്യക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ. ഞാൻ തന്നെ എത്രയോ കോൺഗ്രസ്സുകാരുടെ കൂട്ടി നിന്ന് മദ്യപിച്ചേക്കുന്നു. കേരള കോൺഗ്രസിൽ ഒരു പ്രശ്നമില്ല. കേരള കോൺഗ്രസിലാണെങ്കിൽ സംസ്കാരത്തിന്റെ ഭാഗമാണ് മദ്യപാനം. കേരള കോൺഗ്രസ് പറയും ഇത് ഈ മറ്റേ ഇറ്റാലിയൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇസ്ലാമിക് നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഇത് ശിവകുമാർ 2.5 വർഷം കഴിഞ്ഞ് കുറേ നാളായിട്ട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായി. അപ്പോൾ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഏതാണ്ട് കഷ്ടി 1.5 വർഷമായിട്ട് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളൂ അല്ലേ? 27 കംപ്ലീറ്റും പിന്നെ 28 തെരഞ്ഞെടുപ്പ്, പരമാവധി 1.5 വർഷം. അപ്പോൾ ആ കാലത്തിൽ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കി വാഴിക്കാം എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചു. ഈ പോക്കിന് പോയാൽ കർണാടകത്തിൽ കോൺഗ്രസ് ജയിക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ശിവകുമാർ ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. നല്ല സംഘാടകനാണല്ലോ, അതുകൊണ്ടായിരിക്കണം അവർ ഈ ഒരു തീരുമാനത്തിൽ എത്തിയത്. പക്ഷേ വേറൊരു കുഴപ്പമുണ്ട്. സിദ്ധരാമയ്യ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അയാൾ ദേശീയ രാഷ്ട്രീയത്തിലേക്കില്ല. ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന പത്രങ്ങളിലൊക്കെ വന്നത് അയാൾക്ക് രാജ്യസഭാ നോമിനേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. കർണാടകത്തിൽ നിന്ന് ഒഴിവ് വരുന്നിട്ടുണ്ട് രാജ്യസഭയിലേക്ക്. അപ്പോൾ നിങ്ങൾ രാജ്യസഭയിലേക്ക് ജയിച്ചു വന്നാൽ ഇവിടെ ഞങ്ങൾക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജായി ഒരു OBC ലീഡർ ഇവിടെ വരും ദേശീയ തലത്തിൽ. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വലിയ സന്തോഷമാവും, സപ്പോർട്ടാവും എന്നൊക്കെ പറഞ്ഞു. സിദ്ധരാമയ്യ ആരാണ്? ഇവർ കോൺഗ്രസ്സുകാരും മനസ്സിൽ കണ്ടത് അയാൾ മാനത്ത് കണ്ടു. സിദ്ധരാമയ്യ അയാൾക്ക് മനസ്സിലായി ഇയാൾ ഇവിടുത്തെ മുഖ്യമന്ത്രി പദവും രാജിവെച്ച് നിയമസഭാ അംഗത്വം ഒഴിഞ്ഞ് ഡൽഹി പോയി കഴിഞ്ഞാൽ അയാൾ ഒന്നും ആവില്ല എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. അവിടെ കുറേ പേരും തേരാപാരാ നടക്കുന്നുണ്ട് ഗോസായി ഭാഷ അടിച്ചുകൊണ്ട്. ഇവർ ആ കൂട്ടത്തിൽ ഒരുത്തൻ. അവിടെ ഇനിയിപ്പോൾ അയാൾക്ക് അവിടെ എന്താവാൻ പറ്റുക? രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ക്ലോസ് അഡ്വൈസറായിട്ട് വേണുഗോപാലുണ്ട്, KC വേണുഗോപാലുണ്ട്. പിന്നെ അതേപോലെ മുതിർന്ന ഭയങ്കര ആൾക്കാരായിട്ട് സൂർജേവാല ഉണ്ട്. പിന്നെ വേറെ ഈ മക്കൻ, മറ്റേ ഇന്നാളിവിടെ വന്നില്ല അജയ് മക്കൻ ഒരുത്തനുണ്ട്. പിന്നെ കർണാടകത്തിൽ നിന്ന് തന്നെയുള്ള ജയറാം രമേശ് ഉണ്ട്.
ഈ ജയറാം രമേശൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര കണ്ണിങ് ആൻഡ് ക്രൂക്കഡാണ്, ഒരു മനുഷ്യനെ അടുപ്പിക്കില്ല അവിടേക്ക്. അപ്പോൾ ഇയാൾ അവിടെ പോയി കഴിഞ്ഞാൽ പാവം രാജ്യസഭയിൽ ഇരുന്ന് കുരിശം വരച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഇയാൾ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, അയക്കറിയാം. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് രാജ്യസഭാ സീറ്റൊന്നും വേണ്ട, ഞാൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നോളാം. അതിൻ്റെ അർത്ഥം ശിവകുമാറിൻ്റെ ഇനിയുള്ള മുഖ്യമന്ത്രി പദത്തിലുള്ള ജീവിതം അത്ര സുഖകരമായിരിക്കില്ല. ഇപ്പം അയാൾ പുതിയ ഡിമാൻഡൊക്കെ വെച്ചിട്ടുണ്ടെന്ന് കേട്ടു, അയാളുടെ മകനെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ആക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ അത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകും. അതൊന്ന്. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ ഈ ശിവകുമാറും സിദ്ധാരാമയ്യായിട്ടുള്ള തർക്കം രൂക്ഷമായി കഴിഞ്ഞാൽ പരമേശ്വര എന്നൊക്കെ പറഞ്ഞൊരു ദലിത് നേതാവുണ്ട്, അവരൊക്കെ ഇയാളുടെ കൂടെ നിൽക്കുള്ളൂ. ആരുടെ കൂടെ? സിദ്ധരാമയ്യയുടെ കൂടെ നിൽക്കുള്ളൂ. അവിടെ മുഴുവൻ കാസ്റ്റ് ബേസ്ഡ് ആണല്ലോ കർണാടകത്തിലെ മുഴുവൻ. ഇവിടെ ഈ പറഞ്ഞ പോലെ നായർ ക്രിസ്ത്യൻ മുസ്ലിം ഫൈറ്റ് ഉള്ളത് പോലെ അതിലും രൂക്ഷമാണ് മറ്റേ കർണാടകത്തിലുള്ള പൊളിറ്റിക്സ്. അപ്പം അങ്ങനെ വരുമ്പോൾ ശിവകുമാറിൻ്റെ ജീവിതം അത്ര സുഗമമായിരിക്കില്ല മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ. കാരണം ഏതു നേരവും ദിസ് മാൻ സിദ്ധരാമയ്യ അയാളുടെ പുറകിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും പാര വയ്ക്കാൻ പറ്റുമോ കോല് വയ്ക്കാൻ പറ്റുമോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അല്ലാണ്ട് ഭരണമൊന്നും നടക്കില്ല, ഒരു പരുവത്തിൽ സമ്മതിക്കില്ല അയാൾ അനങ്ങാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് സിദ്ധാരാമയ്യ ഡൽഹിയിലേക്ക് പോവാത്തത്. ഡൽഹി പോയാൽ അറിയാം എന്താ ഉണ്ടാവാൻ പോണെന്ന്. ഹി വിൽ ബി നോബഡി. പണ്ട് നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയില്ലേ രാജ്യസഭ മെമ്പറാക്കി കഴിഞ്ഞിട്ട്? എന്താ ഉണ്ടായേ? നരസിംഹറാവ് അത് ഭരിച്ചിരുന്ന കാലത്ത് എന്നിട്ട് വ്യവസായ വകുപ്പ് മന്ത്രിയൊക്കെ ആക്കി. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അദ്ദേഹത്തിന്? അപ്പോൾ സിദ്ധരാമയ്യക്ക് അറിയാം രാഷ്ട്രീയം എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ജനതാദൾ ഫാമിലിയിൽ നിന്ന് വന്നാണ് മൂപ്പര്. ജനതയിൽ 3-4 ജനത ഉണ്ടായിരുന്നല്ലോ, അതിനകത്തൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അതിൽ നിന്നൊക്കെ രാഷ്ട്രീയ നൈപുണ്യം നേടിയിട്ടുണ്ട് മൂപ്പര്. ആക്രോബാറ്റ്, പൊളിറ്റിക്കൽ ആക്രോബാസി എന്ന് പറയും. രാഷ്ട്രീയം എന്താ പറയുക, സർക്കസ് കാണിക്കുക, ഞാണിന്മേൽ കളി, ഇതിലൊക്കെ ഈ സിദ്ധാരാമയ്യ മിടുക്കനാണ്. അപ്പോൾ കർണാടകയിലെ പൊളിറ്റിക്സ് ആകെ മാറി മറിയാൻ പോവുകയാണ് ഇനി അങ്ങോട്ട്. 1.5 വർഷം ബി ജെ പിക്ക് നിർണായകമാണ് എന്നുള്ളതാണ്. ഡി കെക്ക് മാത്രമല്ല ബി ജെ പിക്ക് നിർണായകമാണ്. കാരണം അവിടെ ഉള്ള ഒരുപാട് കമ്മ്യൂണൽ ടെൻഷൻസ് ഉണ്ട്. അതിനെ മുതലെടുത്താണ് കോൺഗ്രസ് അവിടെ അധികാരത്തിൽ പിടിച്ചു നിൽക്കുന്നത്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ വോട്ടാണ് ഈ കോൺഗ്രസിനെ പിടിച്ചു തീർക്കാൻ പ്രേരിപ്പിക്കുന്നത്, അവിടെ കരുത്തായിട്ട് നിൽക്കുന്നത്. അതിനെ മറികടക്കുക എന്ന് പറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇനി ബി ജെ പിക്കുള്ളത്. ബി ജെ പി ഇത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അധികാരത്തിൽ വരാൻ പാടായിരിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഇപ്പം തന്നെ കണ്ടില്ലേ, ഹിജാബിൻ്റെ പ്രശ്നം കോടതിയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കോളേജുകളിലും സ്കൂളുകളിലും ഹിജാബ് പാടില്ല എന്ന് ഇതിന് മുമ്പിലത്തെ കർണാടക ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു, യെദ്യൂരപ്പ ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു. അത് ഇവർ റദ്ദാക്കി അടുത്ത കാലത്ത്. അപ്പം തന്നെ മനസ്സിലാവണം ഇസ്ലാമിസ്റ്റുകളുടെ നിയന്ത്രണത്തിലാണ് ഈ സിദ്ധരാമയ്യ ഓടണമെന്നുള്ളതാണ്. വഖഫ് ഭൂമിയായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട് അവിടെ. വഖഫ് ഭൂമി, പാവപ്പെട്ട ആൾക്കാരുടെ ഭൂമിയൊക്കെ വഖഫായിട്ട് പ്രഖ്യാപിച്ച് ഏറ്റെടുത്ത് അവിടെയും ഇതേപോലെ പ്രശ്നമുണ്ട്, പലർക്കും ഭൂമി നഷ്ടപ്പെടും. അതിലൊക്കെ ഈ ഇസ്ലാമിക് തീവ്രവാദികളെ സഹായിക്കുന്ന നയമാണ് സിദ്ധരാമയ്യ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. അപ്പം എന്നും എവിടെയും കോൺഗ്രസ് ഇസ്ലാമിസ്റ്റുകളെയും പിന്നെ ക്രൈസ്തവരെയും സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ താളത്തിന് തുള്ളുന്ന പോളിസി മാത്രമേ കോൺഗ്രസ്സിനുള്ളൂ, അതിനപ്പുറത്തൊന്നുമില്ല. അപ്പോൾ അത് എങ്ങനെ ഇവരെ ബി ജെ പിക്കാർ കൈകാര്യം ചെയ്യണു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഭാവി തീരുമാനം ഉണ്ടാവുക കർണാടകത്തിൽ. പിന്നെ ഞാനൊരു ചെറിയ തമാശ പറയാം. കർണാടക ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ലോക്സഭാ ഇലക്ഷൻ വരും ഉടനെ തന്നെ. അപ്പം കർണാടകയിൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണോ അധികാരത്തിൽ വരുന്നത് ആ പാർട്ടിക്ക് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പറ്റൂല. അങ്ങനെയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഒരു പാറ്റേൺ അങ്ങനെയാണ്. ഞാൻ പലപ്പോഴും ചോദിക്കും, ചിലപ്പോൾ അറിഞ്ഞു തോക്കാനും മതി ബി ജെ പി വേണമെങ്കിൽ.